അകാലത്തിൽ പൊലിഞ്ഞ ചലച്ചിത്ര താരങ്ങൾ നിരവധി പേരുണ്ട്. ചുരുക്കം നാളുകൾ കൊണ്ട് അഭിനയ തികവിനാൽ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയവർ. മണ്ണിലെ താരങ്ങൾ വിണ്ണിലേക്ക് മടങ്ങിയപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിനേറ്റ മുറിവ് ചെറുതല്ല. ഓരോ താരങ്ങളുടെയും വേർപാട് അതീവ വേദനയോടെയാണ് സമൂഹം കേട്ടത്. തെന്നിന്ത്യൻ ചലച്ചിത്ര താരമായി പ്രശസ്തി നേടിയ താരമാണ് സൗന്ദര്യ. നിരവധി കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ച സൗന്ദര്യ അനുപമമായ സൗന്ദര്യത്തിന്റെ കൂടി ഉടമയായിരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന കുടുംബ ചിത്രത്തിൽ ജ്യോതിയായി മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സൗന്ദര്യ. തൊട്ടു പിന്നാലെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ ആമിനയായി വീണ്ടും മലയാളിയുടെ മുന്നിലെത്തി. സൗന്ദര്യ നിർമ്മിച്ച ദീപ എന്ന കന്നഡ ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. പവിത്രബന്ധം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി. 2004 തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിനിടെ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ 31 വയസ്സായിരുന്നു സൗമ്യ സ്വാമിനാഥൻ എന്ന സൗന്ദര്യ രഘുവിന്റെ പ്രായം. വിനയൻ സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലെ സുന്ദരിക്കുട്ടിയെ നമ്മളാരും ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല. വെള്ളി നക്ഷത്രത്തിന് പിന്നാലെ സത്യം എന്ന ചിത്രം കൂടിയായതോടെ തരുണി സച്ചിദേവ് മലയാളിയുടെ മനസ്സ് കവർന്ന ബാലതാരമായി. രസ്നയുടെ പരസ്യത്തിലൂടെയാണ് രാജ്യത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ തരുണി സച്ചിദേവ് കുടിയേറിയത്. 14-ാം വയസ്സിൽ വിമാനാപകടത്തിൽ തരുണി സച്ചിദേവ് കൊല്ലപ്പെട്ടു. അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യവെയായിരുന്നു തരുണിയുടെ അന്ത്യം. ഇത് അവസാന കൂടിക്കാഴ്ചയാണ് എന്നാണ് വിമാനത്തിലേക്ക് കയറും മുമ്പ് കൂട്ടുകാരോട് തരുണി സച്ചിദേവ് പറഞ്ഞത്. ആ യാത്രയിൽ തരുണി വിട പറഞ്ഞപ്പോൾ അവളുടെ വാക്കുകൾ അറം പറ്റിയതുപോലെയായി. ജീവിച്ചിരുന്നുവെങ്കിൽ മലയാളത്തിലെയും ഇന്ത്യയിലെയും എക്കാലത്തെയും മികച്ച നടിയായി മാറുമായിരുന്നു ശോഭ. 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 14 കൊല്ലം തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെയാണ് ശോഭ അവതരിപ്പിച്ചത്. തന്നേക്കാൾ പ്രായക്കൂടുതലുള്ള ബാലു മഹേന്ദ്രയുമായുള്ള അവരുടെ അടുപ്പം അവരുടെ മരണത്തിന് ശേഷവും സംസാര വിഷയമായിരുന്നു. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ശോഭയുടെ മരണത്തെ ആസ്പദമാക്കി KG ഒരു സിനിമയെടുത്തു. അക്കാലത്ത് വലിയ വിവാദമായിരുന്നു ആ സിനിമ. 18 വയസ്സാകും മുമ്പേ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ ശോഭ അപ്രതീക്ഷിതമായാണ് നമ്മോട് വിട പറഞ്ഞത്. നടി വിജയശ്രീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 1974 മാർച്ച് 17-നാണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. ഒരു കാലത്ത് മലയാളത്തിലെ മർലിൻ മൺറോ എന്നാണ് വിജയശ്രീ അറിയപ്പെട്ടിരുന്നത്. ഒട്ടേറെ ചിത്രങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളുമായി ആ നടി ശോഭിച്ചു. KP കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത രക്തപുഷ്പം എന്ന ചിത്രത്തോടെയാണ് മലയാള സിനിമ വിജയശ്രീയെ ശ്രദ്ധിച്ചത്. നസീമ എന്നായിരുന്നു വിജയശ്രീയുടെ യഥാർത്ഥ പേര്. നിത്യഹരിത നായകനായ പ്രേം നസീറുമൊത്ത് ഒട്ടേറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മാനെ കാണാനില്ല, അജ്ഞാതവാസം, മറവിൽ തിരിവ് സൂക്ഷിക്കുക, ലങ്കാദഹനം, പൊന്നാപുരം കോട്ട, പത്മവ്യൂഹം, പഞ്ചവടി, ആരോമലുണ്ണി, സംഭവാമി, യുഗേ യുഗേ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ നസീർ വിജയശ്രീ ജോഡി ഒന്നിച്ചു. സ്ത്രീ സീരിയലിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ നടിയായിരുന്നു മയൂരി. 22 വയസ്സുള്ള മയൂരി 2005 ജൂൺ 16-ന് ചെന്നൈയിലുള്ള വസതിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ജീവിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തൻ്റെ സഹോദരന് ആത്മഹത്യാക്കുറിപ്പിൽ അവർ എഴുതി വെച്ചു. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പുള്ള കാലങ്ങളിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ മയൂരിയെ അലട്ടിയിരുന്നതായി പിന്നീട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. കുംഭകോണം ഗോപാലു, 7G റെയിൻബോ കോളനി, മന്മഥൻ, വിസിൽ, പ്രേം പൂജാരി, ചന്ദാ മാമ, ആകാശഗംഗ, അരയന്നങ്ങളുടെ വീട് തുടങ്ങിയവയാണ് മയൂരിയുടെ പ്രധാന സിനിമകൾ.